ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ 167 ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലിംഗ് ഓർ റീറ്റെയിലേഴ്സ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് നമുക്ക് വന്നിരിക്കുന്നത്. റീറ്റെയിലറിൻ്റെ റീറ്റെയിലിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പേജ് നമ്പർ 167. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിലിങ്ങിൻ്റെ ഫങ്ഷൻസിനെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: പ്രൈമറി ഫങ്ഷൻസ് ആൻഡ് സെക്കൻഡറി ഫങ്ഷൻസ്. പ്രൈമറി ഫങ്ഷൻ എന്താണെന്നും സെക്കൻഡറി ഫങ്ഷൻ എന്താണെന്നും അതിനകത്തുള്ള സബ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രൈമറി ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് റെഫേഴ്സ് ടു ദ ബേസിക് ആൻഡ് കോർ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് റീറ്റെയിലിംഗ്. ഒരു റീറ്റെയിലിങ്ങിനെ സംബന്ധിച്ച് റീറ്റെയിലിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും കോർ ഫങ്ഷണലായിട്ടുള്ള ഫങ്ഷൻസിനെയാണ് പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രൈമറി ഫങ്ഷനകത്ത് വരുന്നത് ഫസ്റ്റ് വൺ സെർച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റീറ്റെയിലർ ഡീൽസ് ഇൻ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഗുഡ്സ് വിച്ച് ഹി പർച്ചേസസ് ഫ്രം ഡിഫറെൻറ്റ് മാനുഫാക്ചർ ആൻഡ് ഹോൾസെയിലേഴ്സ്. ഹി ഹാസ് ടു സെർച്ച് ആൻഡ് ഐഡൻറ്റിഫൈ ദ മാനുഫാക്ചർ ആൻഡ് ഹോൾസെയിലേഴ്സ് ഓഫ് ഗുഡ്സ് റിക്വയർഡ് ബൈ ദ കൺസ്യൂമേഴ്സ്. ഫസ്റ്റത്തെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ്, നമ്മൾ പറഞ്ഞിരുന്നു ഒരു പ്രത്യേകതയായിട്ട് റീറ്റെയിലിങ്ങിൻ്റെ പ്രത്യേകതയായിട്ട് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറഞ്ഞിരുന്നു വെറൈറ്റി ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഈ വെറൈറ്റി അല്ലെങ്കിൽ ഈ വൈഡ് റേഞ്ച് ഓഫ് ഗുഡ്സ് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫങ്ഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം പല മാനുഫാക്ചർ അല്ലെങ്കിൽ പല ഹോൾസെയിലേഴ്സിനെ സമീപിക്കേണ്ടതായിട്ട് വരും. ഓരോ ഹോൾസെയിലേഴ്സിനെ സമീപിച്ച് അല്ലെങ്കിൽ പല മാനുഫാക്ചറെ സമീപിച്ച് ഓരോ കസ്റ്റമേഴ്സിനും ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവരുടെ പ്രിഫറൻസിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് സെർച്ച് ചെയ്തെടുക്കുക, അപ്രോപ്രിയേറ്റ് സോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രൈമറി ഫങ്ഷൻസിൽ ഒന്നാമതായിട്ട് വന്നിരിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ പറഞ്ഞിരിക്കുന്നത് ബൈയിങ് എന്ന് വെച്ചിട്ട് എന്താ, സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്ന പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് സെർച്ച് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റുകളെ ബൈ ചെയ്യുക അല്ലെങ്കിൽ ഓർഡർ കൊടുക്കുക എന്നുള്ള ഫങ്ഷനാണ് രണ്ടാമത് വന്നിരിക്കുന്നത്. പ്ലേസിംഗ് ഓഫ് ഓർഡേഴ്സ് ആൻഡ് ബൈയിങ് ഓഫ് ദി റിക്വയർഡ് ഗുഡ്സ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് റീറ്റെയിലിംഗ്. ഫോർ ദിസ് റീറ്റെയിലർ ഹാസ് ടു സ്റ്റഡി ദ മാർക്കറ്റ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമേഴ്സ്, മാർക്കറ്റ് കണ്ടീഷൻസ് ആൻഡ് കോമ്പറ്റീഷൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ബൈയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക, മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ ബൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് സെലക്ഷൻ ആൻഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ഇൻ എ സ്റ്റോർ ഡിറ്റർമിൻ ഇൻ ദ വോളിയൂം ഓഫ് സെയിൽ. അപ്പം ഒരു സ്റ്റോറിനെ സംബന്ധിച്ച് ആ സ്റ്റോറിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള പ്രൈമറി ഫാക്ടർ എന്ന് പറയുന്നത് വെറൈറ്റീസും അതുപോലെ തന്നെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാനുള്ള സൗകര്യവും. ഇത് രണ്ടും നോക്കിയിട്ടാണ് ഒരു സ്റ്റോറിൻ്റെ സെയിൽ നിശ്ചയിക്കുന്നു. അങ്ങനെ വരുമ്പം സെർച്ച് ചെയ്ത് വെറൈറ്റി പ്രോഡക്റ്റ് ബൈ ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ ഫങ്ഷനായിട്ട് വരുന്നു. മൂന്നാമത്തെ ഫങ്ഷനായിട്ട് വന്നിരിക്കുന്നതാണ് ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗുഡ്സ് ഫ്രം ദ പ്ലേസ് ഓഫ് മാനുഫാക്ചർ അല്ലെങ്കിൽ ഹോൾസെയിലർ ടു ഹി സ്റ്റോർ. അപ്പം എവിടെയാണോ മാനുഫാക്ചർ ഉള്ളത്, എവിടെയാണോ ഹോൾസെയിലർ ഉള്ളത്, അവിടെ നിന്ന് റീറ്റെയിലർ സ്റ്റോറിലോട്ട് പ്രോഡക്റ്റുകൾ മൂവ് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. കറക്റ്റായിട്ടൊരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഫങ്ഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പല പ്ലേസിൽ നിന്ന് മാനുഫാക്ചറേഴ്സ് പല പ്ലേസുകളിലായിരിക്കും, അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ് പല പ്ലേസിലായിരിക്കും. അപ്പം ഈ പല പ്ലേസുകളിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ട്രാവലിംഗ് മെത്തേഡ് ചൂസ് ചെയ്ത് ഫ്രം ദ പോയിൻ്റ് ഓഫ് മാനുഫാക്ചർ ടു ദ പോയിൻ്റ് ഓഫ് സെയിൽ വരെ, അതായത് റീറ്റെയിലിംഗ് വരെ എത്തിക്കുക എന്നുള്ളത് മൂന്നാമത്തെ ഫങ്ഷനായിട്ട് വന്നിരിക്കുന്നു. നാലാമത് സ്റ്റോറിങ്. സെർച്ച് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു, അത് ട്രാൻസ്പോർട്ടേഷൻ വഴി നമ്മുടെ സ്റ്റോറിലെത്തുന്നു. അടുത്ത പറഞ്ഞിരിക്കുന്നത് സ്റ്റോർ ചെയ്യുക, അടുത്ത ഫങ്ഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഹോൾസെയിലറിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഒരു തെഫ്റ്റ് അങ്ങനെയുള്ള ഒരു ഗുഡ്സ് ലോസ് ചെയ്യാതെ സ്റ്റോറിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ഫങ്ഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം എന്തിനു വേണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് റെഡിലി അവൈലബിൾ ആയിരിക്കണം. കസ്റ്റമേഴ്സിന് അൺഇൻട്രപ്റ്റഡ് ആയിട്ടുള്ള സപ്ലൈക്ക് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതും നമ്മുടെ റീറ്റെയിലറിൻ്റെ ഒരു ഫങ്ഷനായിട്ട് വന്നിരിക്കുന്നു. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് സോർട്ട് ചെയ്യുക. ഈ സ്റ്റോർ ചെയ്തേക്കുന്നതിനെ സോർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നെക്സ്റ്റത്തെ ഒരു ഫങ്ഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു റീറ്റെയിൽ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരേ തരം പ്രോഡക്റ്റുകൾ ഒരുമിച്ച് വെച്ചേക്കുന്നതാണ്. പല ബ്രാൻഡിൻ്റെ സോപ്പ് ഒരുമിച്ചായിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളതിൽ സെലക്ട് ചെയ്താൽ മതി. ഏത് ബ്രാൻഡാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അതുപോലെ പേസ്റ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ്, ബേക്കറി ഐറ്റംസ്. ഇപ്പോൾ ഒരേ ടൈപ്പ് പ്രോഡക്റ്റുകൾ പല ക്വാളിറ്റി, പല ഗ്രേഡിൽ, പല ക്വാണ്ടിറ്റി, പല ഷേപ്പിലുള്ളതെല്ലാം ഓരോന്നും അതിൻ്റേതായ സ്ഥലങ്ങളിൽ ഓർഡറായിട്ട് സോർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഫങ്ഷനായിട്ട് വന്നിരിക്കുന്നത്. ഇനി അടുത്ത് വന്നിരിക്കുന്നത് ബ്രേക്കിംഗ് ബൾക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, മർക്കൻഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെയാണ്
കസ്റ്റമേഴ്സിൻ്റെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ട്, അതായത് ഈ ഒരു റീറ്റെയിലർ എന്ന് പറയുന്നത് ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്നോ മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്നോ ലാർജ് ക്വാണ്ടിറ്റിയിലായിരിക്കും പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ കൊണ്ടുവരുന്ന അത്ര ലാർജ് ക്വാണ്ടിറ്റിയിലുള്ള പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സിന് വേണ്ട. അവർക്ക് സ്മോൾ ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ 1 or 2 പീസൊക്കെ മതിയായിരിക്കും. ഇപ്പോൾ പെന്നൊക്കെ ആണെങ്കിൽ നമ്മളൊരു ബണ്ടിലൊന്നും അല്ല മേടിക്കുന്നത്, 1 or 2 പേനയൊക്കെ ആയിരിക്കും മേടിക്കുന്നത്. അപ്പോൾ ഈ ലാർജ് ക്വാണ്ടിറ്റിയിലുള്ളത് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് സ്മോൾ ക്വാണ്ടിറ്റിയിലാക്കുന്നതിനാണ് ബ്രേക്കിംഗ് ബൾക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ലാർജ് ക്വാണ്ടിറ്റി ഉള്ളതിനെ കസ്റ്റമേഴ്സിനനുസരിച്ച് അവരുടെ ചോയ്സ് അനുസരിച്ച് സ്മോൾ ക്വാണ്ടിറ്റിയിലാക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ഫങ്ഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദെൻ പാക്കിംഗ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ സ്മോൾ ക്വാണ്ടിറ്റിയിലാക്കിയത് ഈസി ആയിട്ട് കസ്റ്റമറിന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് അഫോർഡ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ പ്രോപ്പർ പാക്ക് ചെയ്യുക. സ്മോൾ ബോക്സിലോ കവറിലോ ഒരു കണ്ടെയ്നറിലോ ഒക്കെ ആക്കി പാക്ക് ചെയ്യുക എന്നുള്ളതും റീറ്റെയിലറിൻ്റെ അടുത്തൊരു എന്താണ് പറയുക. അതുപോലെ പ്രിസർവ് ചെയ്യേണ്ട പ്രോഡക്റ്റുകളാണെങ്കിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് പ്രിസർവ് ചെയ്യേണ്ടി വരും. ചിലപ്പം അത് റെഫ്രിജറേറ്ററിൽ വെക്കേണ്ട ഐറ്റംസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ട് ബോക്സ് ആക്കുകയോ പ്രിസർവ് ചെയ്യുകയോ ഇല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഈസി ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് നമ്മൾ കവർ ചെയ്യുകയോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും ഒരു റീറ്റെയിലറിൻ്റെ പ്രൈമറി ഫങ്ഷൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ദെൻ 8th വൺ പറഞ്ഞിരിക്കുന്നത് പ്രൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് നിശ്ചയിക്കുക. അപ്പം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മാർജിനും കൂടി ചേർത്തായിരിക്കും റീറ്റെയിൽ പ്രൈസ് പോകുന്നത്. റീറ്റെയിൽ പ്രൈസ് റെഫേഴ്സ് ടു ദ പ്രൈസ് അറ്റ് വിച്ച് എ കമോഡിറ്റി സോൾഡ് ടു ദ എൻഡ് യൂസർ. അപ്പം എൻഡ് യൂസർക്ക് ഇപ്പം മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, MRP. അപ്പോൾ ആ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എത്രയാണെന്ന് ചോദിക്കുക. ഒരുപക്ഷെ ചില മാനുഫാക്ചർ അതിൽ പറഞ്ഞിരിക്കുന്ന 1-2 രൂപ കുറച്ചായിരിക്കും വിൽക്കുന്നത്. അപ്പം നമ്മൾ എൻഡ് യൂസറിൽ അല്ലെ കസ്റ്റമറിലോട്ട് നമ്മൾ എത്ര രൂപ കുറച്ചാണ് നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കേണ്ടതെന്ന് നിശ്ചയിക്കുക എന്നുള്ളതാണ് പ്രൈസിങ് എന്ന ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. There are various methods for pricing adopted by the retailer, which includes cost plus pricing, competition based pricing, multiple pricing, psychology pricing and discounted pricing. അപ്പോൾ പല രീതിയിൽ പ്രൈസിങ് നിശ്ചയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് മാർജിൻ കൂടി ചേർത്തിട്ടുള്ള പ്രൈസിങ് നിശ്ചയിക്കുക, ഇല്ലെങ്കിൽ കോമ്പറ്റീഷൻ നോക്കിയിട്ട് മറ്റ് റീറ്റെയിലേഴ്സ് എന്ത് പ്രൈസാണോ ഫിക്സ് ചെയ്തേക്കുന്നത് അത് നോക്കി കോമ്പറ്റീഷൻ നോക്കിയിട്ട് നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാം. അതുപോലെ മൾട്ടിപ്പിൾ പ്രൈസിങ്, പല കസ്റ്റമേഴ്സിന് പല രീതിയിലുള്ള പ്രൈസ് കൊടുക്കാം. അതുപോലെ ഡിസ്കൗണ്ടഡ് പ്രൈസിങ്, സൈക്കോളജി പ്രൈസിങ്. നമ്മൾ പ്രൈസിങ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നത് എന്തൊക്കെയാണ് ഇതൊക്കെ ഈ ഒരു പ്രൈസിങ് എന്നൊക്കെ. അപ്പോൾ ഏത് രീതിയിലുള്ള പ്രൈസിങ് ആണ് കൊടുക്കേണ്ടതെന്ന് നിശ്ചയിക്കുക എന്നുള്ളതാണ് റീറ്റെയിലറിൻ്റെ അടുത്തൊരു ഫംഗ്ഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്, പ്രൈസിങ്. നെക്സ്റ്റ് വൺ Selling is the final phase of retailing where the ownership and possession of the goods are transferred from the retailer to the consumer. അപ്പം സെല്ലിംഗ് എന്ന് പറയുന്നതാണ് ഏറ്റവും അവസാനത്തെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം റീറ്റെയിലറിൻ്റെ കയ്യിൽ നിന്ന് ഓണർഷിപ്പ് കൺസ്യൂമറിലോട്ട് കൊടുക്കുന്നു. ഓൾ ദ അതർ ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലിംഗ് ആർ പെർഫോംഡ് ടു കംപ്ലീറ്റ് ദിസ് ട്രാൻസാക്ഷൻ. അപ്പം ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷനും ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് പ്രൈസ് ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു. അപ്പം ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷനും സെല്ലിംഗ് എന്ന ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ഫംഗ്ഷൻ റീറ്റെയിലറെ സംബന്ധിച്ച് പ്രൈമറി ഫംഗ്ഷൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഫംഗ്ഷനാണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് സെക്കൻഡറി ഫങ്ഷൻസ്. ഇപ്പോൾ പ്രൈമറി ഫങ്ഷൻസ് ഉണ്ട്, സെക്കൻഡറി ഫങ്ഷൻസ് ഉണ്ട്. സെക്കൻഡറി ഫങ്ഷനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കൊരു 5 പോയിൻ്റായിട്ട് തന്നിട്ടുണ്ട്, നോക്കാം ഏതൊക്കെയാണ്. ഫസ്റ്റ് വൺ അഡ്വർടൈസിങ്. അതിന് മുമ്പ് സെക്കൻഡറി ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. സെക്കൻഡറി ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലിംഗ് എയിം അറ്റ് ദ പ്രൊമോഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ആൻഡ് ദ സ്റ്റോർ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ വോളിയൂം ഓഫ് സെയിൽസ്. അപ്പം പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം അല്ലെങ്കിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സെക്കൻഡറി ഫങ്ഷനകത്ത് വരുന്നത്. അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം, നമ്മുടെ പ്രോഡക്റ്റിന് മാക്സിമം പ്രൊമോഷൻ കൊടുക്കുക. റീറ്റെയിലേഴ്സ് ഓഫൺ ഗീവ് അഡ്വർടൈസ്മെൻറ്റ് ഫോർ ദ പ്രോഡക്റ്റ് ആൻഡ് ബ്രാൻഡ്സ് ഓഫേർഡ് ബൈ ദം. അപ്പോൾ ചില ഷോപ്പുകളിലൊക്കെ പരസ്യം നമ്മളിടുന്നുണ്ട്, എല്ലാ ബ്രാൻഡായിട്ടുള്ള പ്രോഡക്റ്റ് അവൈലബിൾ ആണ്, ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. കൂടുതലും ഹൗസ് ഹോൾഡ് ഐറ്റംസ്, അതുപോലെ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, ഇപ്പോൾ ഏതെങ്കിലും ബിസ്മി അല്ലെങ്കിൽ നന്ദിലത്ത് ഇങ്ങനെയൊക്കെ ഇവരുടെയൊക്കെ പരസ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അവരുടെ റീറ്റെയിലർ ഷോപ്പിന് മാക്സിമം അഡ്വർടൈസിങ് കൊടുക്കുക, മാക്സിമം പ്രൊമോഷൻ കൊടുക്കുക എന്നുള്ളതാണ്, പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സെക്കൻഡറി ഫംഗ്ഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക. രണ്ടാമത് മർക്കൻഡൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ വേരിയസ് ആക്ടിവിറ്റീസ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു ദ സെയിൽ ഓഫ് പ്രോഡക്റ്റ് ടു ദ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലോട്ട് പ്രോഡക്റ്റ് എത്തിച്ചേരുന്നവരെ അതിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള എല്ലാ ആക്ടിവിറ്റീനെയും മർക്കൻഡൈസിങ് ആക്ടിവിറ്റിയാണെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സ്റ്റോറിനും അതിൻ്റേതായ മർക്കൻഡൈസ് സ്റ്റൈൽ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ സ്റ്റോർ ലേ ഔട്ടായിരിക്കും, സ്റ്റോർ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പാക്ക് ചെയ്യുന്നതിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടേതായ പ്രോഡക്റ്റുകൾ കൊടുക്കുന്നതിൻ്റെ ആയിരിക്കും. അതുപോലെ അറേഞ്ച്മെൻറ്റ്, സ്റ്റോറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെ, ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ആ സ്റ്റോറിന്
എന്താ പറയുക, കസ്റ്റമറിന് ആ സ്റ്റോറിലോട്ട് എത്താനായിട്ട് അല്ലെങ്കിൽ കയറി ചെല്ലാനായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മർക്കൻഡൈസിങ് എന്ന് പറയുന്നത്. അപ്പം ഒരു സെക്കൻഡറി ഫംഗ്ഷനായിട്ട് പറയുന്നത് ഈ മർക്കൻഡൈസിങ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സ്റ്റോർ ഏറ്റവും അട്രാക്റ്റീവായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫംഗ്ഷനായിട്ട് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തെ ഫിനാൻസിങ്. ഫിനാൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൺസ്യൂമേഴ്സിന് കൊടുക്കാം. സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കാം. നമ്മൾ പ്രോഡക്റ്റുകൾ മേടിക്കുമ്പം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറ്റുകട എന്നൊക്കെ പറയും. അതുപോലെ വലിയ വലിയ സ്റ്റോറിനെ സംബന്ധിച്ച് അവർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കാം. ലൈക്ക് ഫ്യൂച്ചർ ഡേറ്റിൽ എഗ്രീഡ് ഫ്യൂച്ചർ ഡേറ്റിൽ പൈസ തന്നാൽ മതി, ഇപ്പോൾ സെയിൽ നടത്തുന്നു പിന്നീട് എമൗണ്ട് തന്നാൽ മതി. ഇങ്ങനെയൊക്കെ നമ്മൾ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫങ്ഷൻസാണ് ഫിനാൻസിങ് എന്ന ഫംഗ്ഷനിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു റിലാക്സേഷൻ ടൈം കൊടുക്കുന്നതുകൊണ്ട് ആൾക്കാർ കൂടുതലായിട്ട് ആ ഒരു റീറ്റെയിൽ ഷോപ്പിൽ കയറുന്നു. അങ്ങനെ വരുമ്പോൾ കസ്റ്റമറിന് പ്രോഡക്റ്റ് മേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് നടത്താതെ കുറച്ച് റിലാക്സേഷൻ ടൈം കിട്ടുന്നു. അപ്പോൾ മൂന്നാമത്തെ ഫംഗ്ഷനായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഫിനാൻസിങ്. ഫോർത്ത് വൺ റിസ്ക് ബിയറിങ്. റിസ്ക് ബിയറിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം, എല്ലാ ബിസിനസ് ആക്ടിവിറ്റിയിലും ഉള്ള ഒരു ഐറ്റമാണ് ഈ റിസ്ക് എന്ന് പറയുന്നത്. നമുക്കത് ഇന്നിവിറ്റബിളാണ്, നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവിടെയും പറഞ്ഞിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് റിസ്ക് ബിയർ ചെയ്യുക എന്നുള്ളത്. ഈ റീറ്റെയിലർ ഹാസ് ടു ഫേസ് മെനി കൈൻഡ് ഓഫ് റിസ്ക് ഇൻ കണക്ഷൻ വിത്ത് ദ സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ടു കസ്റ്റമേഴ്സ്. ഇൻ ക്രെഡിറ്റ് സെയിൽസ് ഹി ഹാസ് ടു ബിയർ ദ റിസ്ക് ഓഫ് ബാഡ് ഡെപ്റ്റ്. അതുപോലെ പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മൾ ക്രെഡിറ്റ് സെയിലൊക്കെ കൊടുക്കുന്നെങ്കിൽ ഫിനാൻസിങ്ങുള്ള ഫംഗ്ഷൻ പറഞ്ഞു ക്രെഡിറ്റിലാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബാഡ് ഡെപ്റ്റ് ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ സാധനം മേടിച്ചിട്ട് പൈസ തരാത്തതായിട്ടുണ്ട്. അതുപോലെ സ്പോയിലേജ്, തെഫ്റ്റ്, പെരിഷബിലിറ്റി, ഒബ്സലൻസ്, ഇങ്ങനെ ഒരുപാട് റിസ്ക്കുകൾ സ്റ്റോറിലുണ്ട്. ഇപ്പോൾ സ്റ്റോറിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന സാധനമായിരിക്കും, ചിലപ്പം ഇച്ചിരി മഴ പെയ്തപ്പോഴത്തേനും കുറച്ച് വെള്ളം കയറിപ്പോയി, ഫ്ലഡ് വന്ന് കയറിപ്പോയി പ്രോഡക്റ്റ്, ഇല്ലെങ്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് വന്ന് ഫയർ ആയിപ്പോയി. അപ്പം എന്താണേലും ഒരു റിസ്ക് എന്നുള്ള ഫാക്ടർ ഈ നമ്മുടെ റീറ്റെയിൽ സ്റ്റോറിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ റിസ്ക് ബിയറിംഗ് എന്നൊരു ഫംഗ്ഷനും കൂടി സെക്കൻഡറി ഫംഗ്ഷനകത്തുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് കളക്റ്റിംഗ് ടാക്സ്. അപ്പോൾ ടാക്സ് ഇപ്പോഴത്തെ ഈ ഒരു പുതിയ കറണ്ട് സ്റ്റേജിൽ ടാക്സ് കളക്ട് ചെയ്യുക എന്നുള്ളത് റീറ്റെയിലറെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. GST ഒക്കെ വന്നത് പിന്നെ. അപ്പം ടാക്സ് ഡിഡക്റ്റഡ് ആയിട്ട് സോഴ്സ് ഇതൊക്കെ വരുമ്പോഴത്തേനും ടാക്സ് കളക്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഇൻ്റർമീഡിയറിയാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെയും കൺസ്യൂമേഴ്സിൻ്റെ ഇടയ്ക്ക് കൺസ്യൂമേഴ്സിന് പ്രോഡക്റ്റ് മേടിക്കുന്നതിനുള്ള ടാക്സ് ഡയറക്റ്റ് ചെയ്യുന്ന ഗവൺമെൻറ്റിന് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ഈ സാധനം എവിടെ നിന്നാണോ മേടിക്കുന്നത് അവിടെയാണ് ടാക്സ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന കൺസ്യൂമറിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാനായിട്ടുള്ളൊരു ഇൻ്റർമീഡിയറി ആയിട്ടും നമ്മുടെ റീറ്റെയിലേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതിനകത്ത് കൂടുതൽ എക്സ്പ്ലനേഷൻ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ സെക്കൻഡറി ഫംഗ്ഷനകത്ത് വന്നിരിക്കുന്ന അഡ്വർടൈസ് ചെയ്യുക, അതുപോലെ സ്റ്റോറ് അട്രാക്റ്റ് ചെയ്യാനായിട്ട് മെർക്കൻഡൈസിങ് ചെയ്യുക, ഫിനാൻസിങ് ഫെസിലിറ്റി കൊടുക്കുക, റിസ്ക് ബിയർ ചെയ്യുക, ടാക്സ് കളക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെക്കൻഡറി ഫംഗ്ഷനകത്ത് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സർവീസസ് ഓഫ് റീറ്റെയിലേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ കൺസ്യൂമറിനെ സംബന്ധിച്ച്, അതുപോലെ ഹോൾസെയിലറിന്, അതുപോലെ മാനുഫാക്ചർക്ക്, ഇങ്ങനെ പലർക്കും റീറ്റെയിലേഴ്സ് സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെ സർവീസാണ് റീറ്റെയിലർ കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നതെന്നും മാനുഫാക്ചർ കൊടുക്കുന്നതെന്നുമാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സർവീസസ് ഓഫ് റീറ്റെയിലേഴ്സ് ടു കൺസ്യൂമേഴ്സിനും സർവീസ് എന്താണ് കൊടുക്കുന്നത്. ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഓഫർ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ്. പല ബ്രാൻഡിൻ്റെ പല മാനുഫാക്ചറിൻ്റെ പ്രോഡക്റ്റുകൾ കസ്റ്റമറിന് ഒരൊറ്റ ഷോപ്പിൽ തന്നെ അവൈലബിൾ ആക്കുക. അതാണ് ഒന്നാമത്തെ സർവീസായിട്ട് പറഞ്ഞിരിക്കുന്നത്. വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് കൺസ്യൂമറിന് അവൈലബിൾ ആക്കുക. അതിൽ നിന്ന് കൺസ്യൂമറിനെ സംബന്ധിച്ച് ഈസിലി സെലക്ട് ചെയ്യാനായിട്ട്, ഈസിലി ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, അതായത് ഇന്നത്തെ ഒരു പുതിയ പുതിയ ബിസിനസ്സിലോട്ട് നോക്കുകയാണെങ്കിൽ ചെറിയ റീറ്റെയിൽ ഷോപ്പ് പോലെ തന്നെ മാർജിൻ ഫ്രീ മാർക്കറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ റീറ്റെയിൽ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പെട്ടിക്കട എന്നുള്ളൊരു കൺസെപ്റ്റ് മാറി. നല്ലതായിട്ട് ലേ ഔട്ട് ചെയ്ത് നല്ല ബിൽഡിങ്, നല്ല അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബിൽഡിങ്, അത്യാവശ്യം എല്ലാ പ്രോഡക്റ്റും ഉള്ളത്. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൗസ് ഹോൾഡ് ഐറ്റം അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ഐറ്റംസ് ആയിരിക്കും, മുളക് പൊടി മല്ലിപ്പൊടി വരെ മേടിക്കാനായിരിക്കും നമ്മൾ പോകുന്നതെങ്കിലും അതിനെയൊക്കെ നമുക്കൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആക്കി എടുക്കുക, അതുപോലെ ഒരു ആംബിയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് റീറ്റെയിലേഴ്സ് നമുക്ക് തരുന്ന സർവീസാണ്. ഇപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേനും നമുക്ക് എ സി സർവീസ് അവൈലബിൾ ആണ്. നമുക്ക് നമ്മൾ ഭയങ്കര ചൂടെടുത്തൊക്കെ ചെല്ലുമ്പോഴത്തേനും നമുക്ക് ഒരു സ്റ്റോറിലോട്ട് കയറുമ്പോൾ നമുക്കവിടെ AC ഉണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക്സ് തരും. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു ഷോപ്പിംഗ് അല്ലെങ്കിൽ മിയറായിട്ട് ചെന്ന് മേടിക്കുക എന്നുള്ള രീതിയിലല്ല, ഒരു എക്സ്പീരിയൻസ് ആക്കി എടുക്കുക. നമ്മുടെ ഷോപ്പിങ്ങിനെ നമ്മൾ ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആക്കി എടുക്കുക എന്നുള്ളത്, ഒരു എൻജോയ് ചെയ്തെടുക്കുക എന്നുള്ളതും ഇവർ റീറ്റെയിലേഴ്സ് കൺസ്യൂമർ കൊടുക്കുന്ന ഒരു സർവീസാണ്.
മൂന്നാമത്തെ സർവീസ് ക്രെഡിറ്റ് ഫെസിലിറ്റി. ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നെ, ക്രെഡിറ്റ് ആയിട്ട് നമ്മൾക്ക് സെയിൽ നടത്തുക. ഉടനെ പൈസ തരണ്ട, ആദ്യം കുറച്ച് പൈസ തരിക, അതിനുശേഷം ആഫ്റ്റർ ഒരു എഗ്രീഡ് ഫ്യൂച്ചർ ടൈമിൽ തന്നാൽ മതി എന്ന രീതിയിൽ നമുക്കൊരു ക്രെഡിറ്റ് ഫെസിലിറ്റി അത് അവർ നമുക്ക് തരുന്നൊരു റീറ്റെയിലേഴ്സ് നമുക്ക് തരുന്ന സർവീസാണ്. അടുത്ത ഹോം ഡെലിവറി, നെക്സ്റ്റ് സർവീസ്. ഹോം ഡെലിവറി എല്ലാ തരം റീറ്റെയിൽ ഷോപ്സും ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ ഫോൺ ചെയ്ത് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ആവശ്യം, എത്ര ക്വാണ്ടിറ്റി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അവരുടേതായ വാഹനത്തിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുത്തരും. അപ്പം അടുത്തൊരു സർവീസ് എന്ന് പറയുന്നത് ഹോം ഡെലിവറി, നമുക്ക് കൺസ്യൂമറിന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ്. പിന്നെയുള്ള ആഫ്റ്റർ സെയിൽ സർവീസ്. നമ്മൾ സെയിൽ നടത്തിയതിന് ശേഷം നമ്മൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റിന് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് റീപ്ലേസ് ചെയ്ത് തരികയോ, പറഞ്ഞിരിക്കുന്ന ടൈമിനുള്ളിൽ കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് തരുന്നു. വാറൻറ്റി, അതുപോലെ തന്നെ ഗ്യാരൻറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. അപ്പം ആഫ്റ്റർ സെയിൽ സർവീസും നമുക്ക് റീറ്റെയിലേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ലോയൽറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട്. അപ്പം നമ്മളൊരു ഷോപ്പിൽ ചെന്നിട്ട് ആ ഷോപ്പിൽ നമ്മൾ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ അതെന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി തരും കേട്ടോ എന്ന് നമ്മൾ പറയും. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ആഫ്റ്റർ സെയിൽ സർവീസ്, ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ റീറ്റെയിലേഴ്സ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ്. അത് നമുക്കറിയാവുന്ന കാര്യം തന്നെ, റീറ്റെയിലേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന, നമുക്ക് എല്ലാ റീറ്റെയിലേഴ്സും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ്. ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ്. കാരണം ഒരു പുതിയ പ്രോഡക്റ്റ് വന്നു, അപ്പം നമുക്കതിനെക്കുറിച്ച് വലിയ ഇൻഫർമേഷനൊന്നും ഇല്ല, അറിയത്തില്ല, ഡീറ്റെയിൽസൊന്നും അറിയത്തില്ല, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സാനിറ്റൈസറൊക്കെ വന്നു, ഹാൻഡ് സാനിറ്റൈസർ വന്നു. ഇതുവരെയും നമ്മൾക്ക് ഒരു 90% ആൾക്കാർക്കും അറിയത്തില്ലായിരുന്നു എന്താണ് സാനിറ്റൈസർ എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവാം. പക്ഷേ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലോട്ട് വരുന്നതിന് ഈ റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്സ് നമുക്കൊരു പരിധി വരെ സഹായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും, അതുപോലെ തന്നെ ഡൈല്യൂട്ട് ചെയ്യേണ്ടതാണെങ്കിൽ എങ്ങനെയാണ് ഡൈല്യൂട്ട് ചെയ്യുന്നതെന്നും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻഫർമേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളൊരു സർവീസും റീറ്റെയിലേഴ്സ് കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് കൺസ്യൂമറിനെ സംബന്ധിച്ച് റീറ്റെയിലിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സർവീസുകൾ. അടുത്ത പറഞ്ഞിരിക്കുന്നത് മാനുഫാക്ചർക്ക് അല്ലെ ഹോൾസെയിലർക്ക് എന്ത് സർവീസാണ് റീറ്റെയിലർ കൊടുക്കുന്നത്. നമുക്ക് ഈ പോയിൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, മീൻസ് ഓഫ് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ. എങ്ങനെയാണ് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ ഒരു വഴിയാവുന്നത് അല്ലെങ്കിൽ ഒരു മാർഗ്ഗമാവുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയാണ്. റീറ്റെയിലർ എന്ന് പറയുന്നത് കസ്റ്റമറുമായിട്ട് ഡയറക്റ്റ് റിലേഷനുള്ള ഒരു വ്യക്തിയാണ് റീറ്റെയിലർ എന്ന് പറയുന്നത്. അപ്പം കൺസ്യൂമറിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അതുപോലെ എന്താണ് അവരുടെ കപ്പാസിറ്റി, എത്രത്തോളം പൈസ അവർ സ്പെൻഡ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആൾക്കാരെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള എന്തൊക്കെ മാർഗ്ഗങ്ങൾ, ഇതൊക്കെയും അറിയുന്നത് ആർക്കായിരിക്കും? ഈ റീറ്റെയിലർക്കായിരിക്കും. അങ്ങനെ വരുമ്പോൾ റീറ്റെയിലർ മാനുഫാക്ചറിൽ ഒരു പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് കണ്ടിന്യൂസ് വിറ്റ് പോകുമ്പം അവർ വീണ്ടും മാനുഫാക്ചർ സമീപിക്കുന്നു, ഇത്ര പ്രോഡക്റ്റ് വേണം, ഇവിടെ സ്റ്റോക്ക് തീർന്നിരിക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീറ്റെയിലർമാരുടെ ആവശ്യത്തിനനുസരിച്ച് കമ്പനി അവരുടെ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് റീറ്റെയിലേഴ്സ് സഹായിക്കുന്നുണ്ട്, അവർ പ്രോഡക്റ്റ് വിറ്റഴിക്കുന്ന വഴി. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇൻ്റർമീഡിയേഷൻ സർവീസ്. നമുക്കറിയാവുന്ന കാര്യമാണ്. റീറ്റെയിലറാണ് മാനുഫാക്ചറിൻ്റെ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ഇൻ്റർമീഡിയറി എന്ന് പറയുന്നത് ആരാണ്? ഈ പറയുന്ന റീറ്റെയിലറാണ്. അപ്പം കൺസ്യൂമറെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ മാനുഫാക്ചർ സംബന്ധിച്ചാണെങ്കിലും കൺസ്യൂമറിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, എന്തൊക്കെ നീഡ്സ് ആൻഡ് വാണ്ട്സ്, ഇതെല്ലാം അറിയിക്കുന്നത് ഈ റീറ്റെയിലറായിരിക്കും. അപ്പം അടുത്തൊരു സർവീസ് എന്ന് പറയുന്നത് ഈ ഇൻ്റർമീഡിയറി ആയിട്ട് നിൽക്കുക എന്നുള്ളതും നമ്മുടെ റീറ്റെയിലറിൻ്റെ ഒരു സർവീസാണ്. അടുത്തത് ഇൻഫർമേഷൻ ഷെയറിങ് സർവീസ്. ഇപ്പോൾ പറഞ്ഞു തന്നത് തന്നെ ഇൻഫർമേഷൻ, കസ്റ്റമർ എന്തെങ്കിലും സജഷൻസ് തന്നിട്ടുണ്ടോ, കസ്റ്റമറിന് പ്രോഡക്റ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, എന്താണ് ഫീഡ്ബാക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാനുഫാക്ചർ അറിയിക്കുന്നത് ആരാ? കസ്റ്റമറിനെ ഡയറക്റ്റായിട്ട് അറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് കസ്റ്റമർ കെയറിൻ്റെ നമ്പേഴ്സൊക്കെ അവർ തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നൊരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇത്ര ക്വാളിറ്റി പോരാ കേട്ടോ, അല്ലെങ്കിൽ ഇത് എത്ര രൂപയ്ക്കുള്ളതില്ല കേട്ടോ എന്ന് നമ്മൾ ആരോടാ പറയുന്നത്? നമ്മൾ ആ റീറ്റെയിലർ ഷോപ്പിലെ ഉടമസ്ഥരോടാണ് പറയുന്നത്. അപ്പോൾ തന്നെ ഈ കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക്, കസ്റ്റമറിൻ്റെ സജഷൻ, കസ്റ്റമർ കംപ്ലയിൻസ്, ഇതെല്ലാം കമ്പനിയിലോട്ട് എത്തിക്കുന്ന, ഈ ഇൻഫർമേഷൻസ് എല്ലാം എത്തിക്കുന്ന ഒരു ആളായിട്ടും നമ്മുടെ റീറ്റെയിലർ പ്രവർത്തിക്കുന്നു. ദെൻ ഫോർത്ത് വൺ പറഞ്ഞിരിക്കുന്നത് പ്രോഡക്റ്റ് പ്രൊമോഷൻ സർവീസ്. പ്രോഡക്റ്റിനെ സംബന്ധിച്ചൊരു പ്രൊമോഷൻ. അപ്പോൾ നമ്മൾ ഷോപ്പിൽ ചെല്ലുമ്പോൾ ഈ ഐറ്റം എടുത്തോ, ഇത് നല്ലതാണ് കേട്ടോ, ഇതാണ് കൂടുതൽ ആൾക്കാർ മേടിക്കുന്നത്, ഇങ്ങനെ നമ്മളോട് ചില റീറ്റെയിൽ ഷോപ്പ് ഉടമകൾ പറയും. അപ്പം ഒരു പ്രൊമോഷനാണ് അവർ നടത്തുന്നത്. ഇന്ന ബ്രാൻഡാണ് കൂടുതൽ ആൾക്കാർ മേടിക്കുന്നതെന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ നല്ലത് ഉപയോഗിക്കട്ടെ എന്നുള്ള രീതിയിലായിരിക്കത്തില്ല. അദ്ദേഹത്തിന് കൂടുതലായിട്ട് ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് വിറ്റ് പോകുമ്പോൾ കുറച്ച് മാർജിൻ കൂടുതൽ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റിന് പ്രൊമോഷൻ കൊടുക്കുക എന്നുള്ള രീതിയിൽ ഇൻഡയറക്റ്റായിട്ട് പ്രൊമോഷൻ, അപ്പോൾ വലിയ ടി വിയിലോ അല്ലെങ്കിൽ വലിയ അഡ്വർടൈസ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻഡയറക്റ്റായിട്ട് പ്രൊമോഷൻ കസ്റ്റമറിലോട്ട് നേരിട്ടെത്തിക്കുന്നതും നമ്മുടെ റീറ്റെയിലേഴ്സാണ്.
അടുത്ത ലാസ്റ്റ് വന്നിരിക്കുന്നത് പ്രോഡക്റ്റ് ലോഞ്ചിങ് സർവീസ്. അപ്പം ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ ഡയറക്റ്റ് കസ്റ്റമറിലോട്ട് എത്തിക്കില്ല. ഒരു കമ്പനി ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുക, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അത് കസ്റ്റമറിലോട്ട് എത്തിക്കത്തില്ല, നമ്മൾ റീറ്റെയിൽ ഷോപ്പ് വഴിയാണ് കസ്റ്റമറിലോട്ട് എത്തിക്കുന്നത്. അപ്പം പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഐറ്റം മേടിക്കാൻ ചെല്ലുമ്പോഴത്തേനുമായിരിക്കും ഒരു പുതിയ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ, ആൾക്കാർ കൂടുതൽ മേടിക്കുന്നുണ്ട്, ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പുതിയ ബ്രാൻഡാണ് അല്ലെങ്കിൽ പുതിയ ഐറ്റമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ചിലപ്പോൾ റീറ്റെയിലേഴ്സ് പറയും. അപ്പം ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിലും റീറ്റെയിലർ വഹിക്കുന്ന പങ്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വലുതാണ്. പ്രോഡക്റ്റ് ലോഞ്ചിങ് സർവീസും അദ്ദേഹം മാനുഫാക്ചർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡറി ഫംഗ്ഷനായിട്ട് വന്നിരിക്കുന്നത്. പ്രൈമറി ഫംഗ്ഷനുണ്ട്, സെക്കൻഡറി ഫംഗ്ഷനുണ്ട്. അപ്പം ഈസി ആയിട്ടുള്ളതാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഐറ്റംസാണ്. അപ്പം നിങ്ങളിത് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ എക്സാമിനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് റീറ്റെയിലിംഗ് ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇത് പഠിപ്പിച്ചാൽ നമുക്ക് കുറേ അധികം ടൈം എടുക്കേണ്ടി വരും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.